മണ്ഡലകാല തീർത്ഥാടനം. കൊല്ലവർഷം വൃശ്ചികമാസം 1 തീയതി മുതൽ ശബരിമല തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു. ധനുമാസം 11 തീയതി അവസാനിക്കുകയും ചെയ്യുന്നു. വൃശ്ചികമാസം 1 തീയതി മുതൽ ധനുമാസം 11 തീയതി വരെയുള്ള 41 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ തീർത്ഥാടന കാലമാണ് മണ്ഡലകാലം. ശബരിമല യാത്രയ്ക്ക് മുൻപ് തീർത്ഥാടകർ 41 ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുന്നു. ഇതിനു മുന്നോടിയായി അവർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസി മുത്തുകൾ കൊണ്ടോ രുദ്രാക്ഷം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മുദ്രമാല ധരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇവർ അയ്യപ്പൻ അഥവാ സ്വാമി എന്നറിയപ്പെടുന്നു. സ്ത്രീകളാണെങ്കിൽ മാളികപ്പുറത്തമ്മ എന്നറിയപ്പെടുന്നു. ശേഷം മത്സ്യമാംസാദികൾ, മദ്യം, പുകയില, ലൈംഗിക ബന്ധം തുടങ്ങിയവയും ദുഷ്ചിന്തകളും ഉപേക്ഷിച്ച് ബ്രഹ്മചര്യം സ്വീകരിക്കുന്നു. തുടർന്ന് 41 ദിവസം ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് യാത്രയാകുന്നു. ഇരുമുടിക്കെട്ട് പുണ്യവും പാപവും ഉൾക്കൊള്ളുന്നതായി സങ്കല്പിക്കപ്പെടുന്നതും അയ്യപ്പ ഭക്തന്മാർ മണ്ഡലകാലത്ത് തങ്ങളുടെ തലയിലേറ്റിക്കൊണ്ടു പോകുന്നതുമായ ഒരു ഭാണ്ഡമാണ് ഇരുമുടിക്കെട്ട്. ശബരിമല തീർത്ഥാടകർ പള്ളിക്കെട്ട് അഥവാ ഇരുമുടിക്കെട്ട് എന്നറിയപ്പെടുന്ന കെട്ടിനുള്ളിൽ ശബരിമലയിലേക്കുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടുപോകും. ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടുന്നത് ജീവിതത്തിലെ പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. നിരവധിയായ ചടങ്ങുകളോടെയും ആചാരങ്ങളോടെയുമാണ് ഈ കെട്ട് നിറയ്ക്കാറുള്ളത്. കന്യയ്യപ്പന്മാരുടെ ഇരുമുടിക്കെട്ട് ചുവന്ന പട്ടുകൊണ്ടുള്ളതായിരിക്കണം. അല്ലാത്തവർക്ക് കറുപ്പ്, നീല നിറങ്ങളിലുള്ള തുണികൾ ഉപയോഗിച്ച് ഇരുമുടിക്കെട്ടുകൾ തയ്യാറാക്കാവുന്നതാണ്. സാധാരണയായി ഇരുമുടിക്കെട്ടിനുള്ളിൽ നെയ്ത്തേങ്ങ, അരി, അവൽ, മലർ, തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പുകയില, ഉണക്കമുന്തിരി, കൽക്കണ്ടം, മറ്റു പൂജാസാധനങ്ങൾ എന്നിവയാണ് കൊണ്ടുപോകാറുള്ളത്. വെറ്റിലയും അടയ്ക്കയും തേങ്ങയും നെയ്ത്തേങ്ങയുമാണ് ആദ്യം കെട്ടിനുള്ളിൽ നിറയ്ക്കേണ്ടത്. ഇത് നിറയ്ക്കുന്ന സമയം ശരണം വിളികൾ അന്തരീക്ഷം മുഖരിതമാക്കുന്നു. അയ്യപ്പന് നിവേദ്യത്തിനുള്ള ഉണക്കലരി, കദളിപ്പഴം, ശർക്കര എന്നിവയും ഇരുമുടിക്കെട്ടിൽ ഉൾപ്പെടുത്താറുണ്ട്. വഴിപാട് സാധനങ്ങൾക്കൊപ്പം യാത്രാവേളയിൽ ഭക്തർക്ക് കഴിക്കാനുള്ള ആഹാര സാധനങ്ങളും ചിലർ ഇതിൽ ഉൾപ്പെടുത്തുന്നു. വാഹന ഗതാഗതം പമ്പ വരെ മാത്രമാണ് ഉള്ളത്. ചില ഭക്തർ കാൽനടയായും ശബരിമല ദർശനത്തിന് എത്താറുണ്ട്. പമ്പാ നദിയിൽ കുളിച്ച് പിതൃക്കൾക്ക് ബലിയിട്ട ശേഷം പമ്പയിലെ ഗണപതി ക്ഷേത്രത്തിൽ നാളികേരമുടച്ച ശേഷമാണ് മലകയറ്റം ആരംഭിക്കുന്നത്. അതിനുശേഷം എല്ലാ തീർത്ഥാടകരും കാൽനടയായാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് ഏകദേശം 51 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പരമ്പരാഗത കാനനപാത വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഒട്ടേറെ പുണ്യസ്ഥലങ്ങൾ താണ്ടി കാനനത്തിലൂടെ കാൽനടയായുള്ള ഈ യാത്ര ഭക്തർക്ക് ആത്മനിർവൃതിയേകുന്ന ഒന്നാണ്. പേരൂർ തോട്, ഇരുമ്പൂന്നിക്കര, അരശുമുടിക്കോട്ട, കാളകെട്ടി, അഴുതാനദി, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, മുക്കുഴി, കരിയിലാം തോട്, കരിമല, വലിയാനവട്ടം, ചെറിയാനവട്ടം എന്നിവയാണ് എരുമേലിക്കും പമ്പയ്ക്കും ഇടയ്ക്കുള്ള പുണ്യസങ്കേതങ്ങൾ. അയ്യപ്പ ഭക്തന്മാർ ആദ്യമെത്തുന്ന പുണ്യസങ്കേതമാണ് എരുമേലി. പന്തള രാജാവായിരുന്ന രാജശേഖര പാണ്ഡ്യൻ നിർമ്മിച്ച ഒരു ശാസ്താക്ഷേത്രം ഇവിടെയുണ്ട്. ശാസ്താക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ അയ്യപ്പൻ്റെ വിശ്വസ്ത അനുയായിയും മുസ്ലിം യോദ്ധാവുമായിരുന്ന വാവരുടെ പള്ളി കാണാം. എരുമേലിയിൽ നിന്നും കാൽനടയായി പുറപ്പെട്ട് പുണ്യസങ്കേതമായ പേരൂർ തോട്ടിലെത്തുന്ന തീർത്ഥാടകർ അവിടെ വിശ്രമിച്ച ശേഷം യാത്ര തുടരുന്നു. തുടർന്ന് ഇരുമ്പൂന്നിക്കരയും അരശുമുടിയും താണ്ടി ഭക്തർ കാളകെട്ടിയിലെത്തുന്നു. മണികണ്ഠൻ്റെ മഹിഷി നിഗ്രഹത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ ശ്രീ പരമേശ്വരൻ തൻ്റെ കാളയെ കെട്ടിയ സ്ഥലമാണത്രേ കാളകെട്ടി. കാളകെട്ടിയിലെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഭക്തർ പ്രകൃതി സുന്ദരമായ അഴുതാ നദിക്കരയിലെത്തി വിശ്രമിക്കുന്നു. തുടർന്ന് അഴുതാ നദിയിൽ മുങ്ങിക്കുളിച്ച് ഒരു കല്ലുമെടുത്ത് യാത്ര തുടരുന്ന അയ്യപ്പ ഭക്തർ കാനനപാത താണ്ടി കല്ലിടാംകുന്നിലെത്തുന്നു. മണികണ്ഠൻ മഹിഷിയുടെ ഭൗതികദേഹം കല്ലും മണ്ണും വാരിയിട്ട് സംസ്കരിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് അഴുതയിൽ നിന്നെടുത്ത കല്ല് ഭക്തർ ഇവിടെ ഇടുന്നു. തുടർന്ന് കാട്ടുവഴിയിലൂടെ നടന്ന്
മുക്കുഴിയിലെത്തി വിശ്രമിക്കുന്നു. പിന്നെ കരിയിലാം തോടും കടന്ന് കരിമലയുടെ അടിവാരത്തെത്തുന്നു. മണ്ണിന് കറുപ്പു നിറമായതുകൊണ്ടാണ് ഈ മലയ്ക്ക് കരിമല എന്ന് പേര് വന്നതത്രേ. തുടർന്ന് ഭക്തർ ശരണം വിളിച്ചുകൊണ്ട് കഠിനമായ കരിമല കയറ്റം ആരംഭിക്കുന്നു. കരിമല മുകളിൽ കരിമലനാഥനെ വണങ്ങി യാത്ര തുടരുന്ന അയ്യപ്പ ഭക്തന്മാർ വലിയാനവട്ടം, ചെറിയാനവട്ടം എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് പുണ്യനദിയായ പമ്പയുടെ തീരത്ത് എത്തിച്ചേരുന്നു. തുടർന്ന് പമ്പാ നദിയിൽ കുളിച്ച് പമ്പാ ഗണപതിയെ വണങ്ങി നാളികേരവും ഉടച്ച് നീലിമല വഴി അപ്പാച്ചിമേടും ശരംകുത്തിയാലും താണ്ടി ഭക്തർ 18-ാം പടിക്ക് താഴെ എത്തുന്നു. ഇരുമുടിയുമേന്തിയ ഭക്തർ 18 പടികളും തൊട്ടുവണങ്ങി സാക്ഷാൽ അയ്യപ്പസ്വാമിയെ ദർശനം നടത്തുന്നു. തുടർന്ന് നെയ്യഭിഷേകവും വഴിപാടുകളുമൊക്കെ നടത്തി മാളികപ്പുറത്തമ്മയെയും മറ്റ് ഉപദേവതകളെയും വണങ്ങി ശബരിമലയിലെ പ്രധാന പ്രസാദമായ അപ്പവും അരവണയും വാങ്ങി കോടി പുണ്യവുമായി ഭക്തർ മലയിറങ്ങുന്നു. തിരിച്ച് വീട്ടിലെത്തിയ അയ്യപ്പ ഭക്തന്മാർ പൂജാമുറിയിലോ അടുത്ത ക്ഷേത്രങ്ങളിലോ പോയി മാലയൂരി അവരുടെ വ്രതം അവസാനിപ്പിക്കുന്നു. വീണ്ടും ഒരു മണ്ഡലകാലത്തിനായി.